വിഷു സദ്യയിൽ ഉണ്ടാക്കുന്ന 3 വിഭവമാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. ഇത് വേവാനുള്ള വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക വേവുമ്പോഴേക്ക് നമുക്ക് അരച്ചെടുക്കാം. 1/4 കപ്പ് ചിരകിയ നാളികേരം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈരിൽ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. കടുക് നല്ലോണം ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 4 കഷ്ണം മാങ്ങയുടെ പുളി അനുസരിച്ച് മാങ്ങ എടുത്തോളാം. അത് ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, അരയണ്ട. വെള്ളരിക്ക വെന്തു ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. വെള്ളരിക്ക നല്ലോണം തണുത്തുണ്ട്. നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഫ്ലെയിം ഓൺ ആക്കാണ്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കണേ. പകുതി തക്കാളി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് വറുത്ത് പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വേപ്പിലയും 1 ചുവന്നമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി വെള്ളരിക്കയിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റണ ഒരു പച്ചടിയാണ്. എല്ലാവരും ഈ കൊല്ലം സദ്യക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ലാണ്ട് അടുത്ത റെസിപ്പി നമുക്ക് റെഡിയാക്കാം. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മത്തങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇത് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും വാട്ടണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി. എല്ലാ കൊല്ലം വിഷുവിനായാലും ഓണത്തിനായാലും ഒരേപോലത്തെ പച്ചടികളാണ് നിങ്ങൾ റെഡിയാക്കാറ്. ഇപ്പോൾ സദ്യക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് റെഡിയാക്കി നോക്കും. മത്തങ്ങ ഒന്ന് വാടുമ്പോഴേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. 1/4 കപ്പ് ചിരകിയ നാളികേരം, കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇതെല്ലാം ചതച്ചെടുത്തിട്ട് വരാം. എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഇതിന്റെ മുമ്പ് ഉണ്ടാക്കിയ വെള്ളരിക്ക പച്ചടിയിൽ ഉപ്പിടുന്ന ക്ലിപ്പ് റെക്കോർഡ് ആയില്ല കേട്ടാ. നിങ്ങൾ ചെയ്യുമ്പോൾ ഉപ്പിട്ടോളൂ. നമ്മൾ ചതച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കുന്നുണ്ട്. അരപ്പും കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മത്തങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. മിക്സ് നല്ലോണം തണുത്തുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ആവശ്യത്തിന് പുളിയുള്ള തൈര് ചേർക്കുന്നുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണിലും കുറവ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പിലയും 1 ചുവന്നമുളക്. നമുക്കിത് മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ റെസിപ്പി ഉണ്ടാക്കാം. 6 മാമ്പഴം എടുത്തിട്ടുണ്ട്, അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പുളിശ്ശേരി മാമ്പഴം കിട്ടുകയാണെങ്കിൽ അതന്നെ എടുത്തോളോട്ടാ, അതിനാണ് സ്വാദ് കൂടുതൽ. മാങ്ങ വേവാനുള്ള വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. മാമ്പഴം നല്ലോണം വെന്തുട്ടാ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ്, 2 പച്ചമുളക്, 1 ചുവന്നമുളക്. എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് വെള്ളം നല്ലോണം വറ്റിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരം അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ശർക്കര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ച് നമുക്ക് വറുത്തിടാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, വേപ്പില, 2 ചുവന്നമുളക്. നമുക്ക് ഇത് മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വിഷു സദ്യക്ക് 3 വിഭവം ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇക്കൊല്ലം സദ്യക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.